ഹലോ ഗൈസ്, ഈ കിടു ആയിട്ടുണ്ടല്ലോ നമുക്ക് നൈസ് പത്തിരിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി ചോറിയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ ഇത് തയ്യാറാക്കിയത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു 1/2 കിലോളം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നാക്കി വാഷ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് ഇതിനൊരു മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഞാനിവിടെ ഒരു 1/4 സ്പൂണ് കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ റെസിപ്പിയിൽ കുരുമുളകിൻ്റെ കുറച്ച് ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി ഒരു 1/4 സ്പൂണോളം പെരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 2-3 മിനിറ്റൊക്കെ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, സെയിം ചൂടിലേക്ക് തന്നെ ഞാൻ 1/4 സ്പൂണ് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ചൂടാറിയതിന് ശേഷം നമുക്കിതാ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഐറ്റം ആഡ് ചെയ്യാൻ പോവാണ്. ഒരു 8 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. ഇത് ചെറിയ വെളുത്തുള്ളി ആയിട്ടാണ് 8 അല്ലി. വലുതാണെങ്കിൽ ഒരു 5 എണ്ണം മതി. ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 തണ്ട് മല്ലിച്ചപ്പും ഒരു 3 തണ്ട് പുതിന എടുത്തിട്ടുണ്ട്. പുതിനൻ്റെ ഇലേൻ്റെ കൂടെ നമുക്ക് ഇല പുതിനൻ്റെ തണ്ടും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും മതിയോ? ഇനി ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഒരു മീഡിയം എരിവ് മാത്രമേ ഇട്ടുള്ളൂ. നല്ല എരിവ് ഉണ്ടെങ്കിൽ ഒരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിപ്പോൾ നമുക്ക് നന്നാക്കി അരച്ചു കൊണ്ടുവരാം. അങ്ങനെ നമ്മളിത് നന്നാക്കി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലേക്ക് നമ്മൾ വാഷ് ചെയ്ത് വെച്ച് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഗ്രേവിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് തന്നെ നന്നാക്കി കുഴച്ചെടുക്കാം. ഇനി ഞാനൊരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. കാരണം ഇതിൽ കുരുമുളകൊക്കെ നന്നാക്കി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പണികളെല്ലാം ചെയ്തെടുക്കാനുണ്ട്. ഞാനിതാ 2 സവോളയും 2 ടൊമാറ്റോയാണ് എടുത്തിട്ടുള്ളത്. സവാള നമുക്ക് നൈസാക്കി അരച്ച് കൊണ്ടുവരാം. സവാളയും ടൊമാറ്റോ ഞാൻ ഇതാ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പഴുത്ത പച്ചമുളകാണ്. പച്ചമുളക് അതേമാതിരി കട്ട് ചെയ്തിട്ട് ഒരു 3 പീസാക്കി മാറ്റാണ്. ഇനി നമ്മൾ ഒരു അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ പാലെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഒരു 15 മിനിറ്റ് ആവാനായിട്ടാണ് നമ്മൾ ഇനി കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഗ്യാസെല്ലാം കത്തിച്ച് ഞാനൊരു ചീൻചട്ടിയാണ് അടുപ്പത്ത് വെക്കുന്നത്. ചീൻചട്ടി നന്നാക്കി ചൂടായതിന് ശേഷം ഞാൻ 1.5 സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാണ്. ഇത് നാടൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓൾറെഡി നമ്മൾ ചിക്കനിൽ 1 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഒരു ഹാഫ് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ പാത്രം കഴുകിയിട്ട് വളരെ കുറച്ച് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും മതിയോ. ഒന്ന് നന്നാക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇതവിടെ നന്നാക്കി വെന്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ടൊമാറ്റോ നമ്മൾ ഇട്ട് കൊടുക്കാൻ. അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകിന് ഒരു പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. പകുതി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. ഞാനത് തുറന്ന് നോക്കി. ഇതിലെ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇനി വെള്ളം കൂടുതൽ വേണമെന്ന് തോന്നുന്നവർക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ കുറച്ച് ഒരു തിക്നെസ്സിലാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ 1 സ്പൂണ് ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ 1/2 മുറിൻ്റെ തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഓവർ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 1 മുറിൻ്റെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഈ തേങ്ങാപ്പാലും ചിക്കനും എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒന്ന് തിളച്ചാൽ മതി. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാൻ. 1 ടേബിൾ സ്പൂണ് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ചിക്കനിൽ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തതാണ്. ഓവർ മല്ലിച്ചപ്പായാൽ ഒരു കുത്തലുണ്ടാവുക. അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ അളവിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ചിക്കനിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. പക്ഷേ ഇത് ഇറക്കി വെച്ച് സെറ്റാകുമ്പോൾ മിക്സായി വരിക. അപ്പോൾ അത് 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മളിത് തുറന്ന് നോക്കി. ചിക്കനിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. കുരുമുളകിൻ്റെ സ്മെല്ലും തേങ്ങാപ്പാലും കൂടെ അടിപൊളി മണമാണ് കേട്ടോ. ഇത് നമുക്ക് നൈസ് പത്തിരിയും പൊറോട്ടയും ചപ്പാത്തിയും ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ചൂടോടെ പ്ലേറ്റിലേക്ക് വിളമ്പാൻ. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കും നോക്കുമ്പോൾ ഇടയ്ക്ക് ഇതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ തയ്യാറാക്കി നോക്കുക. പിന്നെ ഇത് ചോറിലേക്കും അടിപൊളി കോമ്പാണ്. അതിലേക്ക് 2 പപ്പടം ഉണ്ടെങ്കിൽ സംഭവം സൂപ്പറാണ് കേട്ടോ. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഇനി നമ്മൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ചമുളക് മാറ്റി വെച്ചിട്ടില്ലായിരുന്നു. അതാണ് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നത്. കുറച്ച് പുതിനേൻ്റെ ഇലയും കൂടെ വെച്ച് കൊടുത്താൽ സംഭവം സൂപ്പറായിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ള ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.